ജീവിതത്തിൽ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കുന്നവർ പലപ്പോഴും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖമുണ്ട്. ശ്രീ സുരേഷ് ഗോപിയുടേത്. അദ്ദേഹം ആശ്രയമായ കുടുംബങ്ങൾ, അദ്ദേഹം ആശ്വസിപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ, വ്യക്തികൾ, അവർക്ക് കണക്കില്ല. അതുതന്നെയാണ് മറ്റുള്ള സിനിമാക്കാരിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നുമൊക്കെ സുരേഷ് ഗോപിയെ വ്യത്യസ്തനാക്കുന്നത്. എറണാകുളം കത്രിക്കടവ് ജംഗ്ഷനിലൂടെ പോയിട്ടുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അവിടെ വഴിയരികിൽ ചാക്കും പ്ലാസ്റ്റിക് ഷീറ്റും ഒക്കെ വെച്ച് കെട്ടി ഒരു ചെറിയ ഉന്തുവണ്ടി കാണാം. ചോർന്നൊലിക്കുന്ന ആ കൊച്ചുകടയിൽ ജീവിക്കുന്നത് എന്ന് പറയാനാകില്ല. ജീവിതം തള്ളി നീക്കുന്നത് രാജേശ്വരി അമ്മയും അവരുടെ 3 പേരക്കുട്ടികളുമാണ്. അമ്മ ഉപേക്ഷിച്ചു പോയ മണികണ്ഠനും ആനന്ദും അളകനന്ദയും. അവർ ഇന്ന് വളരുന്നത് അവരുടെ മുത്തശ്ശിയുടെ തണലിലാണ്. സ്കൂൾ വിട്ടു വന്നാൽ ഇവർ കടയുടെ അരികിലിരുന്ന് പഠിക്കും, കളിക്കും. മഴ പെയ്യുമ്പോൾ ചോർച്ചയില്ലാത്ത ഒരിടം. അതിനായി അവർ മുത്തശ്ശിയെ നോക്കുമ്പോൾ ആ അമ്മൂമ്മയുടെ ഉള്ളുലയും. എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ അവർക്കരികിലേക്ക് എത്തിയിരിക്കുകയാണ് മന്ത്രി സുരേഷ് ഗോപി. 4 വയസ്സുകാരൻ മണികണ്ഠനെ കണ്ടപ്പോൾ അവന്റെ കവളിൽ തട്ടി അവന് സ്നേഹത്തോടെ മിഠായും ബിസ്ക്കറ്റും ഒക്കെ സുരേഷ് ഗോപി നൽകുമ്പോൾ ഇത് ആരാണ് എന്നൊന്നും അവൻ അറിയില്ല. അതൊരു കേന്ദ്രമന്ത്രിയാണ് എന്ന തോന്നലും അവർക്കില്ലായിരുന്നു. ചേട്ടൻ ആനന്ദും ചേച്ചി അളകനന്ദയും കൗതുകത്തോടെ ആ മധുരം നുണയുമ്പോൾ ഒരമ്മൂമ്മയുടെ നിറഞ്ഞു കവിഞ്ഞ മിഴികളിൽ പ്രാർത്ഥന മാത്രമായിരുന്നു. സാറേ, അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഒരു വീട് വേണം. ഇവരെ പഠിപ്പിക്കാൻ എനിക്കൊരു മാർഗം വേണം. കൈകൂപ്പി രാജേശ്വരി അമ്മ ഇത് പറയുമ്പോൾ അവരുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. രാജേശ്വരി അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു ഉറപ്പ് നൽകി. എല്ലാം നമുക്ക് ശരിയാക്കാം. ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം സുമനസ്സുകളുണ്ട്. പഠനത്തിലും ചിത്രരചനയിലും ഒക്കെ മിടുക്കരാണ് ഈ കുട്ടികൾ. അവരുടെ ദുരിതപൂർണമായ ജീവിത സാഹചര്യം ആദ്യം തിരിച്ചറിഞ്ഞത് കലൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമമാണ്. കുട്ടികളുടെ മുഴുവൻ സംരക്ഷണവും പഠന ചെലവുകളും ഏറ്റെടുക്കാൻ സേവാശ്രമം മുന്നോട്ട് വരികയായിരുന്നു. മാനേജിംഗ് ട്രസ്റ്റി CS മുരളീധരൻ, ട്രസ്റ്റിമാരായ P കുട്ടിക്കൃഷ്ണൻ, CG രാജഗോപാൽ എന്നിവർ വഴിയാണ് കുട്ടികളുടെ അവസ്ഥ സുരേഷ് ഗോപി അറിയുന്നത്. തുടർന്ന് നേരിട്ടെത്തിയ അദ്ദേഹം കുടുംബത്തിന് എല്ലാവിധ മാനസിക പിന്തുണയും ആവശ്യമായ സഹായങ്ങളും ഉറപ്പു നൽകി. രാത്രിയാകുമ്പോൾ തമ്മനത്തുള്ള ചെറിയ വാടക വീട്ടിലേക്ക് മടങ്ങുന്ന ആ മുത്തശ്ശിക്കും കുഞ്ഞുങ്ങൾക്കും ഇനി വരും ദിനങ്ങൾ അത്രമേൽ സുരക്ഷിതമായിരിക്കും. ഉന്തുവണ്ടിയുടെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന 3 കുരുന്നു പ്രതിഭകളുടെ സ്വപ്നങ്ങൾക്ക് കാവലാകാൻ ഒരു നാട് മുഴുവൻ കൈകോർക്കുന്ന കാഴ്ച. ഇനിയും നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ നന്മ പോയിട്ടില്ല, നന്മ വറ്റിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ നേർചിത്രം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.